എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഈ പറയുന്ന സെലീന എന്ന് പറയുന്ന എന്താ ഹണി റോസ് ആണോ? രണ്ടാൾക്കാരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് 45,000 രൂപയാണ്. സെലീന താത്ത, സെലു കിച്ചൺ, സെലീന വളപുരം, ഇതാണ് യൂട്യൂബിലെ ട്രെൻഡിങ് സബ്ജക്റ്റ്. എവിടെ നോക്കിയാൽ ആ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. പോയി വീഡിയോ എടുക്കുന്നവരുണ്ട്, പോവാതെ എടുക്കുന്നവരുണ്ട്, റിയാക്ഷൻ വീഡിയോ മുതൽ ട്രോള് വരെ ചെയ്യുന്നവരുണ്ട്. ഇതിലൊക്കെ പുറമെ വെറുതെ വയത്തൊന്നി വിളിച്ച് പറഞ്ഞിട്ട് ആ പാവത്തിനെ വിഷമിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വേറൊന്നല്ല, കുറച്ച് തെറ്റിദ്ധാരണകളും യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ആനച്ചക്ക മാങ്ങിയെന്ന് വിചാരിക്കണം കുറച്ച് ആൾക്കാർക്കുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകണ്ട. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് ഒരു വീഡിയോ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അതിലൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തന്നെ കുറച്ച് ദേഷ്യം തോന്നി. അപ്പോൾ ചില ആൾക്കാർക്കുള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റാനാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സെലീന താത്ത പ്രൊമോഷന് വേണ്ടിയിട്ട് ക്യാഷ് ചോദിച്ചു എന്നുള്ളതാണ് പല ആൾക്കാരും വലിയ സംഭവമായിട്ട് കൊണ്ടു നടക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സെലീന താത്ത പ്രൊമോഷൻ വീഡിയോക്ക് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ആയിക്കോട്ടെ, 10,000, 20,000, 30,000, 50,000, അത് എത്ര ചോദിച്ചു എന്നുള്ളതിലല്ല കാര്യം. അത് ചോദിച്ചതാണ് ഇത്ര വലിയ പ്രശ്നമായിട്ടുള്ളത്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിൽ ഇന്ന് പ്രൊമോഷൻ വീഡിയോക്ക് പേയ്മെൻറ്റ് ചോദിക്കുന്ന ആദ്യത്തെ ആളല്ല സെലീന താത്ത. എല്ലാ യൂട്യൂബേഴ്സും ഒരു 100 പേരിൽ ഒരു 90 പേരും പ്രൊമോഷൻ വീഡിയോസ് ചെയ്തിട്ട് തന്നെയാണ് യൂട്യൂബുമായിട്ട് മുന്നോട്ട് പോണത്. അപ്പോൾ പല ആൾക്കാരും വിചാരിക്കണം യൂട്യൂബിൽ അങ്ങോട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കാറ് വാങ്ങിക്കാം, വീട് വാങ്ങിക്കാം, ചക്ക വാങ്ങാം, മാങ്ങ വാങ്ങാം എന്നൊക്കെ ഒരു കുന്തവുമില്ല. അതൊക്കെ ഉണ്ട്, വാങ്ങുന്നവരുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. യൂട്യൂബിൽ 4 വീഡിയോ ഇട്ടാലേ കൊട്ടക്കണക്കിന് പൈസ ഒന്നും യൂട്യൂബ് നമുക്ക് തരൂല മക്കളെ. ഞാൻ കുറച്ച് കാലം ആയാലും ഇതിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ നല്ല കണ്ടൻറ്റുള്ള വീഡിയോസ്, വൈറലായിട്ടുള്ള വീഡിയോസിന് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് പലർക്കും ഒരു സംശയമാണ്, അപ്പോൾ ഈ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് കാറ് വാങ്ങി, വീട് വാങ്ങി, പറമ്പ് വാങ്ങി, ഗോൾഡ് എടുത്തു എന്നൊക്കെ പറയുന്നത് നുണയാണോന്ന്? അല്ല, നുണയല്ല. ഒരു യൂട്യൂബിൻ്റെ എന്താ പറയുക, യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുമ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള ഏണിങ്സ് മാത്രമല്ല, അപ്പോൾ യൂട്യൂബിലൂടെ തന്നെ ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. അത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്നാണ് പറയാറ്. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് യൂട്യൂബ് വഴിയാണ്. അപ്പോൾ ആ യൂട്യൂബിലൂടെ കിട്ടുന്ന ഒരു വരുമാനമാണത്, അല്ലേ? അതുപോലെ തന്നെ യൂട്യൂബിലൂടെ നമുക്ക് പല രീതിയിലൂടെയും വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിൽ പെട്ട ഒരു കാര്യമാണ് ഈ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സെലീന താത്ത ചോദിച്ചത് വളരെ ചെറിയ എമൗണ്ടാണ്. കാരണം ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളതിൽ നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന 2 ആൾക്കാരെ കോൺടാക്ട് ചെയ്തപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് 45,000 രൂപയാണ്. അപ്പോൾ 45,000 രൂപ അവർക്ക് കൊടുത്തിട്ട് വീഡിയോ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ എനിക്ക് 40,000 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 45,000 രൂപ ചോദിച്ചു. പിന്നെ മുഫീനെ എനിക്ക് അറിയുന്നതായതുകൊണ്ട് ഒരു 15,000 രൂപയ്ക്ക് ചെയ്തുതരാൻ നീ പ്രൊഡക്റ്റ് അയക്കുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന, കണ്ടൻറ്റൊക്കെ ചെയ്യുന്ന ഒരാളടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു 15,000 രൂപയാണ് ഞാൻ വാങ്ങിക്കാറ്, മുഫീനെ എനിക്ക് അറിയണമല്ലോ, ഒരു 6,000 രൂപ തന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ പലർക്കും പല റേറ്റാണ്. അതൊരിക്കലും ഒരു തെറ്റല്ല. അപ്പോൾ സെലീന താത്ത ഒരു പ്രൊമോഷനൊരു ഇത്ര പൈസ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു തെറ്റല്ല. ആ പാപത്തിന് എന്തെങ്കിലും ഒരു വരുമാനം വേണ്ടേ? വെറുതെ ഒരാൾ അവനവൻ്റെ കയ്യിലെ കാശും കളഞ്ഞ് നെറ്റും കളഞ്ഞ് ഇതും തുറന്ന് വെച്ചിട്ട് ഇരിക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരുപാട് ആളുകളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ്സിന് ഒരുപാട് ആളുകളിലേക്ക് സെലീന താത്ത എത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെലീന താത്തക്ക് ആ ഒരു എമൗണ്ട് ചോദിച്ച് വാങ്ങാവുന്നതാണ്. അത് ഇന്ന് കേരളത്തിനകത്തും പുറത്തൊക്കെ നടക്കുന്ന സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് ഈ പ്രൊമോഷന് പൈസ വയ്ക്കുക എന്നുള്ളത്. അത് സെലീന താത്ത ചോദിച്ചപ്പോൾ മാത്രം എന്താ എല്ലാവർക്കും ഇത്രയും ഒരു വലിയ സംഭവമാക്കാനുള്ളത്? എന്താ അവർ കണ്ടന്റ് അല്ലേ ഇടുന്നത്, അവർ വീഡിയോ അല്ലേ ഇടുന്നത്? ഈ യൂട്യൂബിലുള്ള വരുമാനം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരിക്കലും കുറ്റം പറഞ്ഞുകൊണ്ട് സംസാരിക്കരുത്. അവരങ്ങനെ ഒരു എമൗണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കത് കിട്ടേണ്ടതാണ്. കാരണം അവർ കാരണം എന്തോ ഒരാൾക്കാർ വീഡിയോ ഇട്ടിട്ട് വൈറലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരിട്ട വീഡിയോനേക്കാളും വൈറലായിട്ട് കണ്ടൻറ്റ് കയറിപ്പോയി വൈറലായിട്ടുള്ള ചാനലുകളൊക്കെ ഉണ്ട്. വെറുതെ അവരെ പോയി കണ്ട് വ്ളോഗ് എടുത്തിട്ട് വൈറലായവരൊക്കെ. അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് അത്രയും വ്യൂവും അത്രയും ബെനിഫിറ്റും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു 10,000, 20,000 അവർക്ക് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ പ്രൊമോഷൻ വീഡിയോനെ കുറിച്ചിട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എനിക്കിതാണ് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിലവിലിപ്പോൾ ചെറിയ എമൗണ്ട് ചോദിച്ചിട്ടുള്ളത് സെലീന താത്ത മാത്രമായിരിക്കും. അപ്പോൾ അത് കൊടുത്തിട്ട് ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം അതിനെ പോയിട്ട് കാണുക. അതിനെ ഒരുപാട് ആൾക്കാർ പറ്റിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതിനെ വന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ
കാര്യം നടന്നു കഴിഞ്ഞാൽ അതിനെ വെറും കറിവേപ്പിലയായിട്ട് കളഞ്ഞിട്ട് അതിനൊരുപാട് ആൾക്കാർ പറ്റിച്ച് പോകുന്നുണ്ട്. അപ്പോൾ പറ്റിച്ച് പോകുമ്പോൾ നമുക്കിപ്പോൾ എന്നെ ഒരാൾ പറ്റിച്ച് കഴിഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് പല വിഷമങ്ങളും ഉണ്ടാവും. ക്യാഷ് കൊടുത്തിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം അതിനെ പോയി കാണും. കാരണം നിങ്ങളുടെ ബിസിനസ്സിന് ഒരു വളർച്ച വരുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അപ്പോൾ എന്തായാലും അത് കൊടുക്കേണ്ടതല്ലേ. നിങ്ങളിപ്പോൾ സെലീന താത്ത കൊടുത്തില്ലെങ്കിലും വേറെ ഏത് യൂട്യൂബേഴ്സ് ആണെങ്കിലും നിങ്ങൾ ആ ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടതിനെ കുറിച്ച് സംസാരിക്കാം അടുത്തിട്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മളവിടെ ക്ലോസ് ചെയ്യുകയാണ്. പ്രൊമോഷന് പൈസ ചോദിച്ചു എന്ന് പറയുന്നത് ഇത്ര വലിയൊരു സംഭവമൊന്നുമല്ല. അതൊക്കെ സർവ്വസാധാരണയാണ്. യൂട്യൂബിൻ്റെ വരുമാനങ്ങളിൽ പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം കൂടിയാണ് ഈ പ്രൊമോഷന് പൈസ വാങ്ങിക്കുക എന്നുള്ളത്. അത് ചില പ്രൊഡക്റ്റ് മാത്രം വാങ്ങി ചെയ്യുന്നവരുണ്ട്. ചെറിയ ചാനലിൻ്റെ ആൾക്കാരൊക്കെ പ്രൊഡക്റ്റ് മാത്രം വാങ്ങിയിട്ടാണ് ചെയ്യുക. അല്ലാതെ വരുന്ന കേസിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കും, അവർക്ക് പൈസയും കൂടെ കൊടുക്കും. എന്നാൽ മാത്രമാണ് അതവരുടെ ജോബാണ് അല്ലേ. ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അവരെടുത്ത എഫേർട്ടിൻ്റെ ഫലം കൊണ്ടാണ് അത്രയും വീഡിയോ ആളുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പൈസ വാങ്ങിച്ചുകൊണ്ട് അതൊരിക്കലും ഒരു തെറ്റല്ല. പിന്നെ നിങ്ങളിൽ പല ആൾക്കാർക്കും അറിയാം സെലീന താത്തയുടെ വീഡിയോ ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ എന്താ. നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ ആളുടെ സെലീന താത്താൻ്റെ ഒരു നിഷ്കളങ്കതയുള്ള ഒരു സംസാരം, മനസ്സിലൊന്നുമില്ലാതെ തുറന്ന് സംസാരിക്കണ ഒരു രീതിയും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ഒരു ക്യാരക്ടർ, ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സെലീന താത്ത. അപ്പോൾ ആ ഒരു സംഭവം ആളുകൾക്ക് നന്നായിട്ട് അറിയാം. അതറിഞ്ഞ് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് അവരുടെ ചാനൽ വൈറലായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രയോ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നല്ല തംബ്ലെയിനൊക്കെ ഇട്ട് ഹാഷ്ടാഗ് മുതൽ ടൈറ്റിൽ വരെ തപ്പി കണ്ടുപിടിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യണവർക്കൊന്നും ഇല്ലാത്ത വ്യൂ ആണ് സെലീന താത്താക്ക് കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ ഒരു നിഷ്കളങ്കത, അവരുടെ ഒരു സംസാര രീതിയൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട. ആ വീഡിയോ മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നില്ല. അതിൽ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയ 1-2 പോർഷൻസ് ഉണ്ട്. ആ ഭാഗം മാത്രം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് അതിനുള്ളൊരു മറുപടി കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പോരെ, ഇത്രയൊക്കെ മതിയല്ലോ സഹോദരങ്ങളെ, ഇത്രയൊക്കെ മതിയല്ലോ പറഞ്ഞു. ഇത്രയൊക്കെ മതി. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ, ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ തന്നെ ഒരു വശപ്പശക. 10,000 രൂപ ഇല്ലെങ്കിൽ മുഖം കാണിക്കാൻ പറ്റില്ലത്രേ. അങ്ങനെയൊന്നല്ല. നമ്മൾ സെലീന താത്താൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം, അവരുടെ വീട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. കൂടുതൽ എനിക്ക് തോന്നുന്നു ഫാമിലി വ്ളോഗേഴ്സാണ് പോകുന്നത്. വ്ളോഗേഴ്സ് അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ഈ വ്ളോഗർമാരൊക്കെയും പോയി ഇത്രയും വീഡിയോസ് സെലീന താത്ത ചെയ്തതൊന്നും പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ചെയ്തിട്ടുള്ളതല്ല. അതെനിക്ക് ആളെ അറിയാം. ഈ പോയിട്ടുള്ള 1-2 ചാനലിലെ ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ആൾക്കാർ പോയി വീഡിയോ എടുത്തിട്ടുള്ളതൊന്നും ആരും ഒരു നയാ പൈസ കൊടുത്തിട്ടില്ല. 1-2 ആൾക്കാർ മാത്രം എന്തെങ്കിലും കൊടുത്തെങ്കിലായി. അല്ലാതെ ആരും വീട്ടിൽ വന്ന് കാണുന്നതിന് സെലീന താത്ത 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ. നമ്മുടെ മലപ്പുറത്ത് നിന്നുള്ള ഒരു താത്ത, ഒരു ഫാമിലി വ്ളോഗർ, അവരെ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾക്കൊന്ന് നിങ്ങളെ ഇഷ്ടമാണ്, വീട്ടിൽ വന്ന് കാണണം എന്ന ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു വലിയൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയുടെ ബേസിലാണ് അവിടെ ഒരു വീഡിയോ വന്നതും ഇങ്ങനെ ഒരു റിയാക്റ്റിംഗ് വീഡിയോ അതിന് പുറകിൽ വന്നതും. ആ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളത് സെലീന താത്താക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ നമ്പർ ലീക്കായിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ആൾക്ക് തന്നെ അറിയാതെ അവർ മൊബൈൽ നമ്പർ പല ആളുകളുടെ കയ്യിൽ എത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസം തന്നെ ഒരുപാട് കോളും മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നോർമൽ ഒരു മനുഷ്യൻ, നമുക്ക് കുറേ കോളുകളും കാര്യങ്ങളും വന്നാൽ ഓൾറെഡി നമ്മളുടെ മൈൻഡ് ഔട്ടാവും. അപ്പോൾ അതിൽ കൂടെ വീട്ടിൽ വന്ന് കാണട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളുടെ മൈൻഡിനനുസരിച്ചാണ് നമ്മൾ ആ സമയത്ത് റിപ്ലൈ കൊടുക്കുക. അപ്പോൾ സെലീന താത്താനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത്, അതും ഈ വീഡിയോയിൽ പറയുന്ന പോലെ വിളിച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല, മെസ്സേജ് അയച്ചു ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് വരട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ചോദിച്ച സമയത്ത് സെലീന താത്ത വിചാരിച്ചത് എന്താ, ഓക്കെ അവരൊരു പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വരിക എന്നുള്ളതാണ് വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് സെലീന താത്ത 10,000 രൂപ വേണമെന്ന് പറഞ്ഞത്. വളരെ ന്യായമായ കാര്യം. അവർ പരസ്യം ചെയ്യുന്നത് 10,000 രൂപക്കാണ്. അതിലൊരിക്കലും നമുക്കൊരു തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ സെലീന താത്താൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് 10,000 രൂപയാണെന്ന് പറഞ്ഞത്. ആൾ പറയാൻ കാരണം ഈ വരുന്ന ആൾ പരസ്യം ചെയ്യാൻ വരുന്നതാണെന്ന് വിചാരിച്ചിട്ടാണ്. ഒരിക്കലും വരുന്ന ആൾ അവരെ സ്നേഹം കൊണ്ട് കാണാൻ വരുന്ന ഒരാളാണ്, ഇഷ്ടം കൊണ്ട് കാണാൻ വരുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും സെലീന താത്ത എനിക്ക് 10,000 രൂപ വേണമെന്ന് പറയില്ല. കാരണം അന്നേ ദിവസം തന്നെ വേറൊരു ചാനലിൽ എനിക്കറിയുന്ന ഒരു ഹെയർ ഓയിലൊക്കെ ചെയ്യുന്ന, ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല, ഹെയർ ഓയിലൊക്കെ ചെയ്യുന്ന ഒരു താത്ത അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്, സെലീന താത്തയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അവരൊരിക്കലും 10,000 രൂപ കൊടുത്തിട്ടല്ല പോയിട്ടുള്ളത്. അവരൊരു സ്നേഹത്തിന് പോകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സെലീന താത്ത പൈസ ചോദിക്കില്ല. അല്ലാതെ പരസ്യങ്ങൾ ചെയ്യുന്ന, ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു ജ്വല്ലറിയുടെ 1-2 പരസ്യങ്ങളൊക്കെ ആൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരസ്യം ചെയ്യുന്ന വീഡിയോസിന് മാത്രമാണ് ആൾ പൈസ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ കോണ്ടാക്ട് ചെയ്ത ആളുടെ മൈൻഡിൽ വന്നത് കാണാൻ ഒരു 10,000 രൂപ വേണോ അങ്ങനെ ഒരു ചിന്തയാണ് വന്നത്. അപ്പോഴത്തെ ഒരു വിഷമത്തിനാണ് ആ ആളൊരു വീഡിയോ ഇട്ടത്. അത്
ഇത് രണ്ട് പേരുടെ ഇടയിൽ വന്നിട്ടുള്ള ഒരു വലിയൊരു എന്താ പറയുക തെറ്റിദ്ധാരണയാണ്. സെലീന താത്ത വിചാരിച്ചു അത് പരസ്യം ചെയ്യാൻ വരുന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് 10,000 രൂപ ചോദിച്ചു. ഇയാൾ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് സ്നേഹത്തോടെ ഒന്ന് കാണാനാണ്. അവരുടെ മക്കൾക്കൊക്കെ ആളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് പോയി കണ്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വരണം എന്നുള്ളതാണ് വിചാരിച്ചത്. അപ്പോൾ ആൾക്കതൊരു വിഷമമായി. അപ്പോൾ അതുകൊണ്ട് ആളതൊരു പെട്ടെന്നൊരു വീഡിയോ ആക്കിയിട്ട് ആ വീഡിയോനെ എടുത്തിട്ട് വേറെ ലെവലിലോട്ടാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ച വീഡിയോ അതാണ്. വേറൊരു രീതിയിലേക്ക് അതിനെ കൊണ്ടുപോയി. അതാണ് കൂടുതൽ കാര്യങ്ങൾ പ്രശ്നമാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ ഞാൻ തരാം. അത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അതിൻ്റെ കിട്ടും. എനിക്കും ഈ ഒരു ടോപ്പിക്ക് കുറേ സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 1000 രൂപ വേണം, പൈസ വേണം, നിങ്ങളെ എത്താനെ കാണാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞ. ഡ്രസ്സോ അതുപോലെ തന്നെ മാക്സി ചുരിദാറോ ഒന്നും കൊണ്ടുവരണ്ട, 10,000 രൂപ ഉണ്ടെങ്കിൽ എന്നെ കാണാനായിട്ട് എന്നോട് പറഞ്ഞതിട്ടാ. 10,000. എന്റെ പൊന്നെ, എന്തൊക്കെയാ ഈ കേക്കുന്നത്. ഇപ്പോ സെലീന താത്തയ്ക്ക് വേണ്ടിയിട്ട് വാദിച്ച ആളുകൾക്കൊന്നും ഒന്നും പറയാനില്ലേ? അല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. എന്ന് വന്ന് കമന്റ് ചെയ്തേക്കണേ. എന്താ പറയാനുണ്ട്? ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചിയുടെ ചാനൽ വളർന്നങ്ങ് പന്തലിച്ച് പോയാൽ ഒരു 30,000 രൂപ തരാം, ചേച്ചി ഒരു പ്രൊമോഷൻ വീഡിയോ യൂട്യൂബിൽ ചെയ്തു തരാമെന്ന് ചോദിച്ചാൽ ചേച്ചി ചെയ്യില്ലേ? യൂട്യൂബ് ഒരു വരുമാന മാർഗമാക്കി എടുക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് അത് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ സെലീന താത്തയും ചെയ്തിട്ടുള്ളൂ. താത്താടെ സമയവും കളഞ്ഞ് താത്തൻ വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് വീഡിയോ എടുത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് അവർ ബിസിനസ് ഒരു നല്ല ലെവലിലോട്ട് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് ചോദിച്ച് വാങ്ങാനുള്ള അവകാശം സെലീന താത്താക്കുണ്ട്. അതൊരിക്കലും ഒരു നെഗറ്റീവായിട്ട് പറയരുത്. നിങ്ങൾ തന്നെ അന്വേഷിക്കുക. പല യൂട്യൂബേഴ്സും വലിയ വലിയ എമൗണ്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതൊരു തെറ്റാണോ? ഒരിക്കലുമല്ല, ഇതൊരു തെറ്റേ അല്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോണ്ടാക്ട് ചെയ്ത ആളും സെലീന താത്തയും തമ്മിലുണ്ടായ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ആ ഒരു വീഡിയോ. അതിനെ എടുത്തിട്ടാണ് ഇപ്പോൾ ചേച്ചി റിയാക്ട് ചെയ്തത്. ഇനി ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ പാവപ്പെട്ട സഹോദരി അവരെ വിളിച്ചിട്ട് അവരെ ഒന്ന് കാണണം, എനിക്കിങ്ങനെ ചെറിയൊരു വ്ളോഗൊക്കെ ചെയ്യുന്ന ചാനൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ പാവപ്പെട്ട പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അവർ വന്ന് കാണാനാണ്, സ്നേഹം കൊണ്ട് വന്ന് കാണാനാണെന്നൊന്നും വ്യക്തമായിട്ട് സെലീന താത്തക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ പൈസ വാങ്ങിക്കില്ല. അവർ മൈൻഡിലുണ്ടായത് അവരൊരു ബിസിനസ്സിൻ്റെ പ്രൊമോഷന് വരുന്നതാണ്, ഒരു പരസ്യം പോലെ ചെയ്യാൻ വരുന്നതാണ്. അതുകൊണ്ടാണ് 10,000 രൂപ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അല്ല, തെറ്റിദ്ധാരണകളാണ്. ആണെങ്കിൽ ഇവരെ ന്യായീകരിച്ചിട്ട് കമന്റ് ഇടുന്നവരടുത്ത് എനിക്ക് പുച്ഛം മാത്രമേ തോന്നുന്നുള്ളൂ. കാര്യം എന്താന്ന് വെച്ചാലേ, നിങ്ങൾ പലപ്പോഴും മറ്റു പലരെ കുറിച്ച് ഒന്നും അറിയാൻ ശ്രമിക്കാതെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. അതാണ് പോയിന്റ്. മറ്റുള്ളവരെ കുറിച്ച് അറിയാതെയാണ് പ്രതികരിക്കുന്നതെന്ന്. ഇത് തന്നെയാണ് ചേച്ചിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്ക് ഇടയിലുള്ള തെറ്റിദ്ധാരണ എന്താണെന്നുള്ളത് അവർക്കത് ക്ലിയർ ആയിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് ചേച്ചി വീഡിയോ ഇട്ടിട്ടുള്ളത്. ഈ പറയുന്ന സെലീന എന്ന് പറയുന്ന ഇത്ത എന്താ ഹണി റോസ് ആണോ, അല്ലെങ്കിൽ ദിവ്യ ഉണ്ണിയോ, അതെ മഞ്ജു വാര്യറോ? പൈസ കൊടുത്തിട്ട് പോയ ഒരു മുഖം കാണിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു. ചേച്ചിക്ക് കേരളത്തിൽ പ്രൊമോഷൻ വീഡിയോക്ക് പൈസ വാങ്ങിക്കുന്നത് ഹണി റോസും മഞ്ജു വാര്യരും പിന്നെ ദിവ്യ ഉണ്ണിയോ അവർ മാത്രമാണെന്നാണ് വിചാരം. ഒരിക്കലും അല്ല ചേച്ചി. പ്രൊമോഷൻ വീഡിയോക്ക് എല്ലാ യൂട്യൂബേഴ്സും ക്യാഷ് വാങ്ങുന്നുണ്ട്. അപ്പൊ 10,000 രൂപയൊക്കെ ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. അത്ര വലിയ സെലിബ്രിറ്റി ആയിപ്പോയോ സെലീനത്ത? ഇവർക്ക് ബുദ്ധിയില്ല എന്നൊക്കെ പറയുന്നു. അത്ര വലിയ സെലിബ്രിറ്റി ആയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇന്ന് ചേച്ചിയുടെ ചാനലിൻ്റെ റീച്ചിനേക്കാളും ചേച്ചിയുടെ ഇടുന്ന കണ്ടൻറ്റിനേക്കാളും റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഇപ്പോൾ നമ്മുടെ സെലീന താത്താൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന കമൻസിൽ ഒരു 100ൽ 99 വരുന്ന കമൻസ് എന്താണെന്നറിയോ? നമുക്കൊരു വിഷമം വരുന്ന സമയത്ത് കാണാൻ പറ്റിയ വീഡിയോ ആണ്. മാനസികമായിട്ട് നമ്മൾ തളർന്നിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം ചിരിക്കാൻ പറ്റിയ ഒരു കണ്ടൻറ്റാണ്. അതാണ് അവരുടെ വീഡിയോയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് അവരെ ആളുകൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തൊരു സ്ത്രീയല്ല, ആ ഒരു കാര്യം ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ട്. നിങ്ങൾക്ക് ബുദ്ധി ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യാൻ എന്തായാലും പറ്റില്ല. ഇവർക്ക് ബുദ്ധിയില്ല എന്ന് ആരാ പറഞ്ഞേ? ആരെങ്കിലും പറഞ്ഞോ? ഏതെങ്കിലും യൂട്യൂബേഴ്സ്, വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തോ ഇവർക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞിട്ട്? നമ്മൾ പറയുന്ന വാക്കുകൾ ഡയറക്റ്റ് ചിലപ്പോൾ ചേച്ചി നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നതും ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ബുദ്ധിയില്ലാത്ത രീതിയിൽ ചിത്രീകരിക്കണതും തമ്മിൽ എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇപ്പോൾ എന്നെ കുറിച്ചിട്ട് ഒരാൾ ഇവർക്ക് ബുദ്ധിയില്ലാന്ന് ആരാ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോ കാണുന്ന എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നും. അപ്പോൾ എന്നെ ഒരു ബുദ്ധിയില്ലാത്ത ആളായിട്ടാണോ ആൾക്കാർ കണ്ടിട്ടുള്ളതെന്ന് തോന്നും. അവരുടെ വീഡിയോയിലൊരു നിഷ്കളങ്കത ഉണ്ട്. അവരുടെ മനസ്സിലൊന്നും ഇരിക്കില്ല.
അവർ വളരെ കൂളാണ്. അപ്പം തോന്നുന്ന കാര്യങ്ങൾ അപ്പം ചെയ്യും, അപ്പം പറയാൻ തോന്നുന്ന കാര്യങ്ങൾ അപ്പം പറയും. മനസ്സിലൊരു കളങ്കമില്ല. അതുകൊണ്ട് തന്നെയാണ് അവരെ വീഡിയോ റീച്ച് ആവുന്നതും. അത് ആളുകൾക്ക് അറിയാം. അവരെ വീഡിയോ കാണുന്ന ഏത് സമയത്ത് ഇട്ടാലും, ഇപ്പോൾ പുലർച്ചെ 3 മണിക്ക് 4 മണിക്ക് 5 മണിക്ക് സുബഹിസ്കാരത്തിന് ശേഷം തഹജ്ജുദിന് ശേഷം ഒക്കെ വീഡിയോ ഇട്ടാലും ഇവരെ വീഡിയോ കാണാൻ ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് അവരുടെ വീഡിയോയിൽ ഭയങ്കര ക്യാമറ ക്ലാരിറ്റി അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി ഒന്നും ഉണ്ടായിട്ടല്ല. അവർ ആ നിഷ്കളങ്കതയുള്ള സംസാരം അതൊക്കെ കേൾക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ബുദ്ധി ഇല്ലാത്ത ഒരാളാന്ന് വിചാരിച്ചിട്ടല്ല സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡോക്ടർ വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാനതെടുത്ത് വീഡിയോ ചെയ്തപ്പോൾ കുറേ ആളുകൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഉത്തര എന്തിനാണ് വെറുതെ അവർക്ക് സുഖമില്ലാത്ത സ്ത്രീയല്ലേ അവർ വെറുതെ വിട്ട് പിടിച്ചുകൂടിയെന്ന്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരു പാവം സഹോദരി, ഈ സുഖമില്ലാത്ത സ്ത്രീ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത സ്ത്രീ എന്ന് അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത സ്ത്രീയാന്ന് കമൻറ്റ് വന്നു. ഇതൊക്കെ ഈ റിപ്പീറ്റ് ചെയ്ത് ഈ ബുദ്ധിയില്ലായ്മ അല്ലെങ്കിൽ ഈ ഒരു സുഖമില്ല എന്നൊക്കെ പറയണത് കേൾക്കുമ്പോൾ എൻ്റെ പൊന്നി ചേച്ചീനെ കുറിച്ചിട്ടാണ് ഒരാൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം വിഷമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ സെലീന താത്ത കണ്ടു കഴിഞ്ഞതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് താത്താൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ചേച്ചി കണ്ടിരുന്നല്ലോ അല്ലേ? ചേച്ചിയുടെ വീഡിയോയുടെ താഴെ ഞാൻ വന്ന് കമൻറ്റ് ഇട്ടിരുന്നു, ആ വീഡിയോ ഒന്ന് പോയി കാണാൻ പറഞ്ഞിട്ട്. കമൻറ്റ് ഡിലീറ്റ് ചെയ്തൊന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അത് അവരുടെ മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അതൊരു പാവം താത്തയാണ്, അതിൻ്റെ മനസ്സിലൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൂടുതൽ ആൾക്ക് വിഷമാവും. അതിനെ ചൊല്ലിയിട്ടാണ് ഈ ലൈവിൽ വരുന്നതും ലൈവിൽ ചേച്ചിയുടെ വീഡിയോനെ കുറിച്ച് സംസാരിച്ചതൊക്കെ. അപ്പോൾ ഈ റിയാക്റ്റീവ് വീഡിയോ കൊണ്ട് പല ആൾക്കാർക്കും വിഷമം ഉണ്ടാവുന്നുണ്ട് എന്നൊന്നും മനസ്സിലാക്കിയിട്ട് ചേച്ചി റിയാക്ട് ചെയ്തോ. എനിക്കും പേഴ്സണലി ചേച്ചിയോട്, എനിക്ക് ചേച്ചിനെ അറിയില്ല, ചേച്ചിയുടെ ചാനൽ അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഈ വീഡിയോ കണ്ടപ്പോഴാണ് ചാനൽ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കണ്ടൻറ്റ് സെലീന താത്ത എന്ന കണ്ടൻറ്റ് വെച്ചിട്ട് ചേച്ചിക്കും അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നെഗറ്റീവായ രീതിയിലോട്ട് പോവാതെ ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ആളുകളിലേക്കെങ്കിലും ഒരു നെഗറ്റീവായിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. സെലീന താത്ത പൈസ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ സെലീന താത്ത അത്ര ചോദിച്ചു ഇത്ര ചോദിച്ചു എന്ന് പറയുമ്പോൾ അത് പല ആൾക്കാരിലേക്ക് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി അതൊക്കെ അങ്ങ് വിടാം, അതൊക്കെ പോട്ടെ. ഈ ഒരു പ്രോബ്ലം നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ സെലീന താത്താനെ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, ആൾ അങ്ങനത്തെ ഒരാളല്ല. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് ഈ ഒരു ഫീൽഡിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതിനെ എടുത്തിട്ട് അത്ര ചോദിച്ചു ഇത്ര ചോദിച്ചു എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. പിന്നെ ആ ഒരു വീഡിയോ ചെയ്ത താത്തയും സെലീന താത്തയും തമ്മിലുള്ള ഒരു എന്താ പറയുക, അവരൊരു രണ്ടുപേർ പറഞ്ഞത് മനസ്സിലായിട്ടില്ല, ഒരു തെറ്റിദ്ധാരണ. ആ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. ആ ഒരു തെറ്റിദ്ധാരണ അവർ തന്നെ ക്ലിയർ ആക്കിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നേരത്തോടെ കൂടി വീഡിയോ ചെയ്യാൻ വന്നിരുന്ന കാരണം നല്ല വെയിലൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ഇവിടെ ആണോ നല്ല വെയിൽ. ഇപ്പോൾ ഇത്രേ പറയാനുള്ളൂ. നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ നല്ല രീതിയിൽ സെലീന താത്താനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അല്ല, സെലീന താത്താനെ കുറിച്ച് ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരുപാട് വീഡിയോസ്, ചേച്ചിയുടെ വീഡിയോ മാത്രമല്ല ഞാൻ വേറെയും കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്. ചേച്ചിയുടെ വീഡിയോ എടുത്ത് പറയാൻ കാരണം ലേറ്റസ്റ്റ് നടന്നൊരു സംഭവം ആയതുകൊണ്ടാണ് കേട്ടോ. ചേച്ചിക്ക് എന്നോട് വിഷമം തോന്നണ്ട. ചേച്ചി എൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാനോ ഒന്നിനു വേണ്ടിയല്ല, റിയാക്ട് ചെയ്യേ വേണ്ട. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി നമ്മൾ ഫുൾ പവറിൽ സെലീന താത്തനെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം സപ്പോർട്ട് അവിടെയും കൊടുക്കുക, കുറച്ച് സപ്പോർട്ട് എനിക്കും തരിക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.